എടുത്താലോ 2000 മോഡൽ കേട്ടോ. വണ്ടി ഒരു മോഹവില മിലിറ്ററി പുള്ളിയുടെ എടുത്ത വണ്ടി. ഇത് പൊസിഷൻ നമുക്ക് ന്യൂട്രലാക്കാം. വീട് പൊക്കിയിട്ട് ഒരു 10,000 രൂപ അടുത്ത് ഫൈൻ അടിച്ചു കഴിഞ്ഞാൽ 2 കിലോ അത്ര കേൾക്കാം. കുറേ ചൂടായി കഴിയുമ്പോഴത്തേക്ക് ഒന്ന് നിർത്തണം. ഒരു മിലിറ്ററിക്കാരൻ്റെ കയ്യിൽ നിന്ന് എടുത്താ കേട്ടോ. 10-80 രൂപയുടെ അടുത്തോളം പണിതു. ഇതിനകത്തോട് ഗ്രീസ് അടിച്ച് പറ്റും കേട്ടോ. നമ്മൾ ലൂബ് അടിക്കുന്ന കാര്യമില്ല. വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. കൂടംബ്രോയുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മൾ മേലാവ് പോകുന്ന വഴിക്ക് കേട്ടോ ഈ കട. മറിയം ഗ്രോസറി. ഈ കടയിലെ ചേട്ടൻ്റെ വണ്ടി കേട്ടോ ഇരിക്കുന്നത്. നമുക്ക് വണ്ടിയെ കുറിച്ച് ചോദിക്കാം. എടുത്താലോ? വാ. നമ്മൾ പറയണം ഡീറ്റെയിൽസ്. അതെ, പേരെങ്ങനെയാ ചേട്ടനെ? ജെൻസൺ ആട്ടോ. എടുക്കാം വാ. ഗൈസ് ആള് സർപ്രൈസ് അപ്രതീക്ഷിതമായിട്ട് എടുക്കുമായിരുന്നു കേട്ടോ. ഇതാണ് ആളുടെ വണ്ടി. 2000 മോഡൽ കേട്ടോ. 2000. പറഞ്ഞു വണ്ടി ഡീറ്റെയിൽസ്. വണ്ടി എന്താ 2000 മോഡലാണ്. 2002 രജിസ്റ്റർ ചെയ്താക്കുന്നത്. പിന്നെ ഇങ്ങനെ ആയിരുന്നില്ല മൊത്തം. അങ്ങനെ ഒരു കുറച്ച് പണിയൊക്കെ എടുത്ത് ചേട്ടൻ തന്നെ പണിത് റെഡിയാക്കിയതാണ്. ഇത് പഴയ മോഡൽ വരുന്ന വണ്ടിയാ. പഴയ നോർമൽ സീറ്റ് വരില്ലേ? അതായിരുന്നു അത് ചേട്ടൻ ആക്കിയതായിരുന്നു. സ്പ്രിങ് വെച്ചിട്ട് സെറ്റപ്പ് ആക്കിയതാട്ടോ ചേട്ടൻ. ബാക്കിൽ സീറ്റ് കൊടുത്തു, ഈ സംഭവം കൊടുത്തു. ഇതൊന്നും ഇല്ലായിരുന്നു, ഒന്നും ഉണ്ടായിരുന്നില്ല. സാധാരണ നോർമൽ മറ്റേ ഈ പഴയ വണ്ടി പോലെ തന്നെ അപ്പൂപ്പന്മാരുടെ ടൈപ്പ് സീറ്റൊക്കെ വന്നിട്ടുള്ള ആ ഒരു ടൈപ്പായിരുന്നു. പിന്നെ അത്യാവശ്യം ഫണ്ടൊക്കെ മുടക്കി എന്നാ റേറ്റിന് കിട്ടി വണ്ടിയോ? വണ്ടി ഒരു മോഹലയാ. വില പറയാൻ പറ്റൂല. സെക്കൻഡ് ഓണർ ആയിട്ടുള്ളൂ. സെക്കൻഡ് ഓണർ ആയതുള്ളൂ. അപ്പച്ചന്മാരുടെ കയ്യിൽ നിന്ന് വല്ലതും എടുത്താണോ? അതെ, ഒരു മിലിറ്ററി പുള്ളിയുടെ എടുത്ത വണ്ടി. നമ്പറല്ലേ ഇത്? ഡൽഹി അങ്ങനെയൊന്നും അല്ലായിരുന്നല്ലോ. കേരള വണ്ടി തന്നെ. പെട്രോളിൻ്റെ ഓയിൽ അങ്ങനെ വല്ല ഒഴിക്കില്ല? ഇല്ല, ഒന്നും വേണ്ട. പെട്രോൾ മാത്രം. ഒരു 35 അടുത്ത് മൈലേജ് കിട്ടും. 35 കിലോമീറ്റർ മൈലേജ് ഉണ്ട് കേട്ടോ. മെയിൻ്റെനൻസും വലിയ കാര്യമായിട്ടുള്ള മെയിൻ്റെനൻസും കാര്യങ്ങളൊന്നും വന്നിട്ടില്ല ഇതുവരെയായിട്ട്. ഇല്ല, ചുമ്മാ ഓടിച്ചുകൊണ്ട് നടക്കാവുന്നേ ഉള്ളൂ. പാർട്സ് ഒക്കെ കിട്ടുമോ? പാർട്സ് എല്ലാം അവൈലബിൾ ആണ്. എല്ലാം കിട്ടും. സ്റ്റാർട്ട് ചെയ്ത് കേട്ടോ. ആംബിയർ നോക്കാം. എല്ലാം വർക്കിംഗ്. ന്യൂട്രലിലെ സംഭവങ്ങളൊക്കെ വർക്ക് ചെയ്യുന്നത്. വണ്ടി ഒറ്റയടിക്കുന്ന സ്റ്റാർട്ടായി കേട്ടോ. 2000 മോഡൽ വണ്ടി. ഇത് കിക്കർ, ഇത് കുട്ടി ലിവർ, ഇത് ഗിയർ. അപ്പം ഫസ്റ്റ് ഇത് ഏത് ഗിയറിലാണെങ്കിലും ചവിട്ടി കഴിഞ്ഞാൽ ന്യൂട്രലാവും. ഫസ്റ്റ് മുകളിലോട്ട് ഇട്ടാൽ പിന്നെ ഓരോ ഗിയറിൻ്റെ ഇടയിലും ഓരോ ന്യൂട്രൽ വെച്ചിട്ടുണ്ട്. ഓരോ ഗിയറിൻ്റെ ഇടയിലും ഓരോ ന്യൂട്രൽ വെച്ച് ഉണ്ട്. ഫസ്റ്റ് മുകളിലോട്ട് ഇടുവാണെങ്കിൽ പിന്നെ സെക്കൻഡ് ന്യൂട്രല. പിന്നെ അടുത്ത് വരുന്നത് മൂന്നാമത്തെ ഗിയർ. അത് കഴിയുമ്പോൾ അത് 4 ഗിയർ. അതിനകത്ത് 4 ഗിയറിൽ ഓരോ ഗിയറിൻ്റെ ഇടയിൽ ഓരോ ന്യൂട്രൽ വെച്ചിട്ടുണ്ട്. അപ്പോൾ ഏത് ഗിയറും ഇത് ചവിട്ടിയാലും ന്യൂട്രലാവും. ഏത് പൊസിഷനിൽ നമുക്ക് ന്യൂട്രലാക്കാം. പെട്ടെന്ന് എമർജൻസി ഒക്കെ വരുമ്പോൾ. ഗിയർ ബോക്സിനകത്ത് ഓയിലുണ്ടോ? ഗിയർ ബോക്സിൻ്റെ അകത്ത് ഓയിൽ വരുന്നതാണോ? അത് ഇതിനകത്ത് മാത്രമേ ഉള്ളൂ? എഞ്ചിൻ്റെ ഉള്ളിൽ നിന്ന് തന്നെയാണ് തോന്നുന്നത് സപ്ലൈയും കാര്യങ്ങളും. കാർബറേറ്റർ വണ്ടിയല്ലേ? കാർബറേറ്റർ വണ്ടി. വില പറയാൻ പറ്റില്ല, മോഹലയാ. എന്നാലും അത്രയും ഒരു ഒന്നിൻ്റെ ഒരു രൂപ റേഞ്ച് വരും. 100 രൂപ റേഞ്ചിലെടുത്ത് വരും കേട്ടോ. രണ്ടാമത്തെ ഓണർ അല്ലേ? രണ്ടാമത്തെ ഓണർ. ഇതുവരെ വേറെ കംപ്ലൈൻറ്റ് കാര്യങ്ങളൊന്നും ഇല്ല. ഞാൻ ആകെ ചെയ്താക്കുന്നത് സൈലൻസർ പുതിയത് മാറ്റി സ്റ്റോക്ക് തന്നെ വെച്ചോ? സ്റ്റോക്ക് വെച്ചു. 10,000-4,000 രൂപ കണ്ടെന്നാണ് സ്റ്റോക്ക് സൈലൻസറിന്. കാരണം ഒരു പഞ്ചാബിയുടെ സൈലൻസർ ആയിരുന്നേ.
അത് MVD പൊക്കിയിട്ട് ഒരു 10,000 രൂപ അടുത്ത് ഫൈൻ അടിച്ചു. ബാർ ഹാൻഡിൽ ബാക്കിയുള്ള സംഭവത്തിനൊക്കെ പുള്ളി ഫൈൻ അടിച്ചു. എവിടെ വെച്ചാ പിടിച്ചത്? ഇവിടെ അടുത്ത് തന്നെ വെച്ചു. ഓ 10 രൂപ അല്ലേ? അല്ല 10 രൂപ പെറ്റി അടിച്ചു എടുത്ത് തന്നു. എന്നിട്ട് വണ്ടി കൊണ്ടുവന്ന് കാണിക്കാൻ പറഞ്ഞു. ക്യാഷ് പോയോ നമ്മുടെ? ഇല്ല, അവര് ചെയ്തിട്ട് സെറ്റാക്കി തന്നില്ല. ആദ്യം വെച്ച പഞ്ചാബിക്കാരൻ്റെ ഒരു സൈലൻസർ ആയിരുന്നു കേട്ടോ. അത് ഭയങ്കര സൗണ്ട് ആയിരുന്നായിരിക്കും. പഞ്ചാബിയുടെ മോഡൽ സൈലൻസർ. പഞ്ചാബി മോഡൽ സൈലൻസർ. അത് ഭയങ്കര സൗണ്ട് ആയിരുന്നു. ഭയങ്കര സൗണ്ട്. ഇവിടെ അടിച്ചു കഴിഞ്ഞാൽ 2 കിലോമീറ്റർ അത്ര കേൾക്കാം. ഓ ഗൈസ്. പിന്നെ ഇതുമായിട്ട് ലോങ് എവിടെയെങ്കിലും പോയിട്ടുണ്ടോ? മൂന്നാർ അങ്ങാ റേഞ്ചൊക്കെ പോയിട്ടുണ്ട്. പിന്നെ അത്യാവശ്യം ഇവിടെ പൂഞ്ചിറ ഓഫ് റോഡൊക്കെ പോയിട്ടുണ്ട്. വലിയ സീനും കാര്യങ്ങളൊന്നുമില്ല, കൂളായിട്ട് പോയിക്കോളും. കുഴപ്പമില്ല. പിന്നെ പഴയ വണ്ടി ആയതുകൊണ്ട് കുറേ ചൂടായി കഴിയുമ്പോഴത്തേക്കും ഒന്ന് നിർത്തണം. ഒന്ന് ഒരു വലി കുറച്ച് വലിയ ഒന്ന് നിർത്തിയിട്ട് കുറച്ച് കഴിയുമ്പോഴത്തേക്കും പിന്നെ കൂളാ. അങ്ങനെയും വിഷയമുണ്ടല്ലേ? പഴയ വണ്ടിയല്ലേ. ബാറ്ററി വരുന്നോ അതോ കോയിൽ നിന്നാണ് എടുക്കുന്നത്? ബാറ്ററി ഉണ്ട്. ബാറ്ററി ഉള്ള ബാറ്ററി ഉണ്ട്. ബാറ്ററി ഉള്ള കേട്ടോ. വണ്ടി സ്റ്റാർട്ട് ആണോ അല്ലേ? നല്ല മഴയത്തൊക്കെയാണ് സ്റ്റാർട്ട് ആകും. സ്റ്റാർട്ട് ആവണമെന്നൊന്നും ഒരു കുഴപ്പമില്ല. ബ്രേക്ക് ലിവറാണ് കേട്ടോ. ഫിൽറ്ററും വെച്ചിട്ടുണ്ടല്ലേ? ഫ്യൂൽ ഫിൽറ്റർ വെച്ചിട്ടുണ്ട്. വണ്ടി ഒന്ന് പണിത് അത് ചെളിയൊക്കെ പിടിച്ചിരിക്കുന്ന കാരണം അല്ലെങ്കിൽ നല്ല അടിപൊളിയ വണ്ടിയാണ്. ചേട്ടന് എന്നിട്ട് എത്ര കൊല്ലം? ഞാൻ വണ്ടി എടുത്തിട്ട് അധികം നാളായിട്ടില്ല. കുറേ നാളായിട്ട് വണ്ടി അവിടെ തന്നെ ഇരിക്കുമായിരുന്നു. ആളുടെ ഇരിക്കുമായിരുന്നു. പ്രായമായി. ഒരു മിലിറ്ററിക്കാരൻ്റെ കയ്യിൽ നിന്ന് എടുത്താൽ കേട്ടോ. പുള്ളി റിട്ടയർഡ് ആയി വന്നു അങ്ങനെയാണോ? അതെ. മിലിറ്ററിക്കാരൻ്റെ കയ്യിൽ നിന്ന് എടുത്ത വണ്ടിയാട്ടോ. ഇതെല്ലാം ചേട്ടൻ പിടിപ്പിച്ചാ രണ്ടാമത്? പുള്ളിയുടെ ഇതപ്പോൾ സ്റ്റോക്ക് ആയിരുന്നു അപ്പോൾ ബാക്കി ഫുള്ള് ചേട്ടായി വിടുന്ന കേട്ടോ. ഫ്രണ്ട് ഇങ്ങനെ ആയിരുന്നില്ല. ഇവിടെ നമ്പർ പ്ലേറ്റിൻ്റെ ഇവിടുന്ന് ഇങ്ങനെ നമ്പർ പ്ലേറ്റ് ഇവിടുന്നായിരുന്നു ഇങ്ങനെ വന്നോണ്ട്. അതിൻ്റെ പഴയ ഫോട്ടോ ഇവിടുന്ന് ഇങ്ങനെ നമ്പർ പ്ലേറ്റ് ഇവിടുന്ന് ഇങ്ങനെ വന്നുകൊണ്ടിരുന്നത്. അതെല്ലാം മാറ്റി. അതിനത് മാറ്റി. എല്ലാവരും ലീഗലി വെക്കാൻ പറ്റൂല MVD പറയണേ. ഇവിടെ ഇത് തന്നെ ചേർത്തില്ല. റീടെസ്റ്റ് വന്നാലേ പിന്നെ റീടെസ്റ്റ് ആക്കിയില്ല. റീടെസ്റ്റ് ആയിരുന്നു. ഇനിയിപ്പോൾ 2027 റീടെസ്റ്റ്. 2027 സ്റ്റോക്ക് സാധനം ഇവിടെ ആയിരുന്നു. സ്റ്റോക്ക് എന്ന് പറയുന്നത് നമ്പർ പ്ലേറ്റ് ഇവിടുന്ന് ഇങ്ങനെ ചേട്ടായിരുന്നു അപ്പോൾ മഡ്ഗാർഡിൽ തന്നെ ആയിരുന്നു. റീടെസ്റ്റ് ചെയ്ത് തരാത്ത കാരണം പിന്നെ നമ്മൾ പഴയ രീതിയിലോട്ട് വെച്ചു. പുകയ കാര്യങ്ങളൊക്കെ എടുക്കുമ്പോൾ ഇപ്പോഴത്തെ പോലെ സീനുണ്ടോ? ഇല്ല. ഇതിപ്പം മറ്റേ സൈലൻസർ ഉള്ളപ്പോഴും പുക എടുക്കുന്നതിന് അങ്ങനെ വിഷയമൊന്നുമില്ല. ഇവിടെ അഡ്ജസ്റ്റ്മെന്റ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് കിട്ടാം. അതിനൊന്നും വലിയ പ്രശ്നമില്ല. സിംഗിളാണോ പോകുന്നത് അതോ കപ്പിളായിട്ട് പോകുമ്പോഴാണോ സുഖം? ഏതാ സിംഗിളായിട്ട് പോകുന്നതാണോ സുഖം ലോങ് പോകുമ്പോൾ? ഓരോരുത്തർ ചോയ്സ് അല്ലേ. സ്പ്രിങ് ആയിട്ട് നല്ല സുഖമായിരിക്കും ഇരുന്ന് ഓടിക്കുമ്പോൾ. എല്ലാവർക്കും ഇപ്പോൾ പ്രായമുള്ളവർക്ക് ഇങ്ങനത്തെ മോഡൽ ഇഷ്ടമല്ല. അവർക്ക് മറ്റേ സാധാ സിംഗിൾ സീറ്റാണ് അവർക്ക് ഇഷ്ടം. പിന്നെ എപ്പോഴേലും പൈസ ഉണ്ടാകുമ്പോൾ ഫുള്ള് പണിയായിരിക്കും. റീസ്റ്റോർ ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഒരു പഴയ മോഡലാക്കാം. പഴയ മോഡലോട്ട് തന്നെ ആക്കാൻ വേണ്ടി. അത് ഇടയ്ക്ക് ഒരു ഇത് വരും. അത് മൊത്തം പോയതാണ്. രണ്ടാമത് ഞാൻ കാരണം ഹെഡ്ലൈറ്റ് മീറ്റർ സംവിധാനം എല്ലാം പുള്ളി പണിതാ കേട്ടോ. പണിതെടുത്താ വണ്ടി പുതിയത് മേടിച്ച് സ്റ്റോക്ക് മേടിച്ച് വെച്ചാൽ അങ്ങനെ ക്യാപ്പ് അടക്കം. പിന്നെ സ്വിച്ച് എല്ലാം പുതിയതാ. പിന്നെ ഗ്രിപ്പ് സ്റ്റോക്ക് സാധനം പറയുകയാണെങ്കിൽ മൊത്തം കളഞ്ഞു. അതെ, സ്റ്റോക്ക് കംപ്ലീറ്റ് നമ്മൾ നമ്മുടെ രീതിയിൽ പണിത് കംപ്ലീറ്റ് ആയിട്ട്. അതിപ്പോൾ ഈ പെയിന്റ് ഒന്ന് ചെളി പിടിച്ചെടുക്കണതാണ്. നല്ല ഒരു കഴിഞ്ഞാൽ പിന്നെ തിളങ്ങി വണ്ടി നല്ല തിളങ്ങി പോകും. മഴയല്ലേ, എപ്പോൾ വാഷ് ചെയ്താലും പിന്നെ കണക്കാണ്. ഇന്നൊന്ന് ക്ലച്ച് ഡിസ്ക് ബ്രേക്ക് എല്ലാം മാറ്റി ഒരു എനിക്ക് തോന്നുന്നു ഒരു 10-80 രൂപയുടെ അടുത്തോളം പണിത്. എഞ്ചിൻ ഓയിൽ ഒഴിക്കുന്നത് ഇവിടെ കേട്ടോ, ഇതിനകത്ത് മാത്രം. ഇതിനകത്ത് എന്നാ ഗ്രീസ് അല്ലേ? എന്നാ ഗ്രീസ് നമ്മുടെ വണ്ടിക്കൊക്കെ അടിക്കുന്ന ക്യാപ്പ് ഉണ്ടോ? ക്യാപ്പ് ഇങ്ങനെ ചുമ്മാ ചെയ്താൽ മതി. നിപ്പിള് നമ്മുടെ പ്ലേറ്റിനൊക്കെ അടിക്കുന്ന കൂട്ടല്ലേ. ഇതിനകത്തൊരു ഗ്രീസ് അടിച്ച് പറ്റും കേട്ടോ. അത് എത്ര കിലോമീറ്റർ ആകുമ്പോൾ അടിക്കണോ? അതോ 10 കിലോമീറ്റർ ഒരു 10,000 ആകുമ്പോൾ വരും. പിന്നെ ഓയിൽ എപ്പോഴും ഒരു 10 ആകുമ്പോഴത്തേക്കും മാറ്റണം. ഏത് ഓയിലാണ് ഒഴിക്കുന്നത്? അത് ഏതാ കിട്ടുന്നത് അത് ഒഴിക്കുള്ളൂ. പിന്നെ ഓയിലൊന്നും ഒഴിക്കുന്നില്ല. എന്ന് പറഞ്ഞാൽ കൂടിയ ഓയിൽ തന്നെ ഒഴിക്കാം. ഇതിനകത്ത് എഞ്ചിൻ ഓയിലും ഇതിനകത്ത് നമ്മുടെ
വണ്ടിയുടെ വലിയ വണ്ടിയുടെ പ്ലേറ്റിനൊക്കെ അടിക്കുന്ന ഗ്രീസ് ആട്ടോ അടിക്കുന്നത്. ഇനി ഇപ്പോഴും ഉണ്ടോ ഗണ്ണ് വെച്ചിട്ട് ഗ്രീസ് അടിക്കും കേട്ടോ. പിന്നെ ഇതിൻ്റെ മെയിൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചെയിൻ ഓട്ടോമാറ്റിക്കലി ക്ലീൻ ആയിട്ട് ക്ലീൻ ആവുമോ? എഞ്ചിനീന്ന് ഈ എഞ്ചിനിൽ ആ തന്നെ നമ്മുടെ മറ്റേ ഈ ഇതില്ലേ ചെയിനകത്ത് ഓയിൽ തന്നെ വന്ന് വീണ് എന്നിട്ട് അത് തന്നെ ക്ലീൻ ആയിക്കോളും. അത് എവിടെ നിന്ന് വീഴുന്നപ്പം? അത് ഇവിടുന്ന് വീഴുന്നത് ഇതിൻ്റെ എഞ്ചിൻ്റെ സൈഡിൽ നിന്ന് എവിടെ നിന്നായിരിക്കും. ചെയിനകത്ത് ഓട്ടോമാറ്റിക് നമ്മൾ ലൂബ് അടിക്കുന്ന കാര്യമില്ല. ലൂബ് അടിക്കണ്ട. ഈ വണ്ടിക്ക് അങ്ങനെ ലൂബിങ് പ്രശ്നങ്ങൾ അങ്ങനത്തെ ഇല്ല. ഓട്ടോമാറ്റിക്കലി അത് ആ എഞ്ചിൻ ഓയിൽ വീണ് ആ ഓയിൽ വീണ് തന്നെ അത് ഓട്ടോമാറ്റിക്കലി അങ്ങനെ ആയിപ്പോക്കോളും. ഇതിന് ലൂബ് അടിക്കേണ്ട കാര്യമില്ല. ലൂബ് ഹീറോയിലൊന്നും ഒഴിക്കേണ്ട കാര്യമില്ല. ഓട്ടോമാറ്റിക്കായിട്ട് ചെയിൻ ഇങ്ങനെ എഞ്ചിനകത്ത് നിന്ന് തന്നെ ഓയിൽ വീണ് ചെയിൻ ഇതായിക്കോളും കേട്ടോ. വേറെ നമ്മൾ സെപ്പറേറ്റ് ഒഴിക്കേണ്ട കാര്യമില്ല. ക്ലീൻ ആക്കാൻ നമുക്ക് ക്ലീൻ ആക്കുകയും വേണ്ട. കണ്ടിന്യൂസ് റൺ ചെയ്യുമ്പോൾ തന്നെ ആയിക്കോളും. അല്ല നമ്മുടെ എന്നാ അതൊക്കെ സ്റ്റോക്ക് അല്ല നമ്മുടെ സാധനങ്ങളൊക്കെ വെക്കാനുള്ളത് ഫസ്റ്റ് എയ്ഡ് ബോക്സ് പോലെ. ഫസ്റ്റ് എയ്ഡ് ബോക്സ് അപ്പുറത്തും അതുപോലെ തന്നെ. അപ്പുറത്ത് ഫസ്റ്റ് എയ്ഡ് ബോക്സ് കേട്ടോ. അപ്പുറത്ത് ഇതിൻ്റെ മറ്റേ ഫ്യൂസും മറ്റു സാധനങ്ങളൊക്കെ വരുന്ന സംഭവം. ഇത് ബാറ്ററി, ഇത് എയർ ഫിൽറ്ററോ? അതോ ഏത് എയർ ഫിൽറ്റർ? ഇത് എയർ ഫിൽറ്റർ കാർബറേറ്റർ വണ്ടി കേട്ടോ. കാർബറേറ്റർ സിംഗിൾ സിലിണ്ടർ അല്ലേ അതോ സിംഗിൾ ആണോ? അങ്ങനെ ചോദിച്ചിരിക്കലാണ്. സിംഗിളാണ് കേട്ടോ. ഒരു പ്ലഗ് സിംഗിളാ കേട്ടോ. സിംഗിളാ പഴയ വണ്ടിയിൽ. പഴയ വണ്ടി. അതെ. ഇതൊക്കെയാണ് വണ്ടിയുടെ വിശേഷം. ശരി, അത് തന്നെ. ഒരു കൊല്ലം അതിൽ എടുത്തിട്ട് ഒരു കൊല്ലം അതിക്കുള്ളായി. ഓക്കെ ഓക്കെ. അപ്പം ചേട്ടൻ്റെ പേര് കൂടെ പറഞ്ഞുതരാം. എൻ്റെ പേര് ജെൻസൺ. സ്ഥലത്തിന് തന്നെ ഇത് മെയിനാമറ്റ്. ഇവിടെ തന്നെയല്ലേ? അതെ. ഓക്കെ. ചേട്ടൻ്റെ ആട്ടോ ബുള്ളറ്റ്. ചേട്ടൻ എടുത്തിട്ട് 1 കൊല്ലമായി. അത്യാവശ്യം 35 കിലോമീറ്റർ മൈലേജും കാര്യങ്ങളെല്ലാം ഉണ്ട്. വേറെ മെയിൻ്റെനൻസ് കാര്യങ്ങൾ സീന് കാര്യങ്ങളൊന്നുമില്ല. ഓഫ് റോഡൊക്കെ കൂളായിട്ട് പോകുന്നതാണ്. പിന്നെ പുള്ളി എടുത്ത് 19 രൂപയ്ക്ക് പണിതിട്ടുണ്ട് എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പം 2ാമത്തെ ഓണറാട്ടോ പുള്ളി. യെസ്. അപ്പോൾ ഇനി വേറൊരു വീഡിയോ ആയിട്ട് കാണാം കേട്ടോ.